പുതിയ വഴിത്തിരിവിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പോക്ക് പോയതാ. പിന്നെ വഴി മാത്രമേ ഉള്ളൂ. അതെന്തായാലും അറം പറ്റിയൊരു വാക്കായിപ്പോയി, വഴിത്തിരിവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പൂനെയിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് റിസൈൻ വെച്ച് ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെ NHM എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 2021 എഴുതിയ എക്സാമാണ്. ആ സമയത്ത് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായി. എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അതൊക്കെ പാസ്സായിട്ടും അവർ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം പൂനെയിലേക്ക് പോയത്. പൂനെയിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെയിൽ വരുന്നത്, ഇന്നപോലെ കൗൺസിലിങ്ങിന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പോസ്റ്റ് കിട്ടുക. പോസ്റ്റിൻ്റെ പേര് MLSP എന്നാണ്. MLSP പോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. പിന്നെ CHO എന്നും കൂടി ഒരു പേരുണ്ട്, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്നും പറയും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് പറയുന്നത് MLSP എന്നാണ്, അതായത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ കൂടെ നേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഈ CHOയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ CHO എന്ന് പറയുന്നത് തന്നെ അവരൊരു ഓഫീസറായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആക്ച്വലി അതായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ് റിസൈനൊക്കെ ചെയ്ത് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഏതായാലും MLSP എന്താണെന്ന് നമുക്കറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ 1-2 പേരെ ഈ MLSPയെ കുറിച്ചൊരു റിവ്യൂ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ആ യൂട്യൂബർ പറയുന്ന ഒരു അറിവ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെട്ടു വന്നു എന്നുള്ളതല്ല, നമുക്കിങ്ങനെ ഒരു പോസ്റ്റ് കിട്ടി, അതെന്താണെന്ന് നമുക്കും കൂടി അറിയണമല്ലോ. അതായത് നേഴ്സാണ്, നേഴ്സിന് പല പല തലങ്ങളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോലികളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ഥാനങ്ങളുണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥാനം നമുക്ക് കിട്ടുമ്പോൾ അത് ചെയ്യണം എന്ന് മനസ്സിലുണ്ടായി. അങ്ങനെ വന്നതാണ്. അങ്ങനെ MLSP ആയിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തു. CHC ആണ് കിട്ടിയിരിക്കുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ അണ്ടറിലെ ഒരു സബ് സെൻറ്റർ. ഇവിടെ നഴ്സിംഗ് ഫീൽഡുമായിട്ട് പൂർണ്ണമായിട്ടും ഡിഫറെൻ്റ് ആണെന്ന് പറയാം. ക്ലിനിക്കൽ തരമായിട്ട് ഒരു കാര്യങ്ങളും അതിൽ ചെയ്യാനില്ല. അവരുടെ വൈറ്റൽസ് നോക്കുക എന്നുള്ളതായിരിക്കും, BP, അതുപോലെ തന്നെ ഷുഗർ, ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിനിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ അതിൽ ഉൾപ്പെടുന്നില്ല. നമ്മൾ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത് കൂടുതലും. 1 മാസം ആകുന്നതേ ഉള്ളൂ ഡ്യൂട്ടിക്ക് കയറിയിട്ട്. ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും ഓരോ ദിവസം ഓരോ കാര്യങ്ങളും ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് Monday to Saturday ആണ്, Sunday ഓഫാണ്. നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം, അത് ഒരു ബെനിഫിറ്റാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഇല്ല. 9 to 4 ആണ് ഈ ഡ്യൂട്ടിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഡ്യൂട്ടി വെറുക്കുന്ന ആൾക്കാർ, ഒരുപാട് ചെയ്ത് മടുത്ത ആൾക്കാർക്ക് ഒരു റിലാക്സേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ബെനിഫിറ്റ് ആണോ നല്ലതാണോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.